ഈ വിഷയം അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കില്ല. നമുക്ക് ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയില് ആ പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വന്ന് രജിസ്ട്രാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതൊരിക്കലും അംഗീകരിക്കപ്പെട്ട കാര്യമല്ല. കാരണം ആ പരിപാടി നടന്ന സംഘടന പൈസ അടച്ച് അതിന്റെ അനുമതി നേടിയിട്ടാണ് ആ പരിപാടി നടത്തുന്നത്. മാത്രമല്ല ഗവർണർ നടക്കുന്ന പരിപാടി പ്രോട്ടോകോളൊക്കെ അനുസരിച്ച് നടക്കുന്ന പരിപാടി ആ പരിപാടി നടക്കുന്നതിന് തൊട്ട് മുമ്പ് അവിടെ ഡിവൈഎഫ്ഐയുടെ ആളുകൾ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയും എസ്എഫ്ഐയുടെ ആളുകൾ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയും വളരെ രജിസ്ട്രാർ വേദിയിൽ വരികയും ഈ പരിപാടി നടത്താൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാല് അത് ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും പറഞ്ഞത് അനുസരിച്ചിട്ട് വന്നിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അങ്ങനെയല്ലല്ലോ ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ രജിസ്ട്രാർ പെരുമാറേണ്ടത്. അപ്പൊ ഡിവൈഎഫ്ഐയുടെയും എസ്എഫ്ഐയുടെയും ചട്ടുകമായിട്ട് ഈ രജിസ്ട്രാർ പെരുമാറുന്നതാണ്. പിന്നെ ഇപ്പൊ പറയുന്നത് കേട്ടു രജിസ്ട്രാറിനെ അങ്ങനെ പുറത്താക്കാൻ വേണ്ടിയുള്ള അധികാരം വി സിക്കില്ല, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം. നമുക്കിത് അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. വി സിക്ക് അതിൽ അധികാരമില്ല എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? വി സി എന്ന് പറയുന്നത് ഈ സർവകലാശാലയുടെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്. സർവകലാശാല ഭരണം നടത്തേണ്ട ആളാണ്. അദ്ദേഹം അന്വേഷണ വിധേയമായിട്ട് എന്താണ് സംഭവിച്ചതെന്നതിൽ അന്വേഷണ വിധേയമായിട്ടാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് രജിസ്ട്രാറിനെ. അപ്പൊ അന്വേഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നടക്കും. ഇനി അങ്ങനെ ആരോപിക്കുന്നവരാണെങ്കിൽ മറ്റ് നിയമ നടപടികളായിട്ട് മുന്നോട്ട് ഇപ്പം ഈ പരിപാടിക്കെതിരെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്നൊക്കെ സിൻഡിക്കേറ്റ് അംഗങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായി? അതിനുശേഷം എന്തെങ്കിലും നടന്നോ? ഇപ്പൊ പത്തനാപ സേവാ സമിതിക്കെതിരെ നടപടിയെടുക്കും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തു. ഇത്രയും ദിവസമായിട്ടൊരു അതിന്റെ കാര്യങ്ങളോ ഒന്നും മുന്നോട്ട് പോയിട്ടില്ല. ഇത് എസ്എഫ്ഐയുടെ ദേശീയ സമ്മേളനത്തിന് വേണ്ടിയിട്ട് പ്രിൻസിപ്പൾ അവധി കൊടുത്തതിന് തുല്യമാണ്. എസ്എഫ്ഐ പറയുന്ന സമയത്ത് അവധി കൊടുക്കുന്ന പ്രിൻസിപ്പൾ, എസ്എഫ്ഐ വന്നിട്ട് ഗവർണറുടെ പരിപാടി നടത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിന് തടവിടുന്ന രജിസ്ട്രാർ. ഇത്തരത്തിൽ കേരളത്തിലെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ അവര് എസ്എഫ്ഐയുടെ അല്ലെങ്കിൽ CPM-ന്റെ ഡിവൈഎഫ്ഐയുടെ ചട്ടുകമായി മാറുന്ന സാഹചര്യമാണുള്ളത്. ഇത് ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ്. ഇത് പൊതുസമൂഹം മനസ്സിലാക്കുന്നുണ്ട്. ശക്തമായ റിയാക്ഷൻ അതിന് വരുന്നുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഗവർണറുടെ പരിപാടി തടയാൻ വേണ്ടി വന്നിട്ടുള്ള രജിസ്ട്രാർ ആ പരിപാടി വൃത്തിയായും ഭംഗിയായിട്ട് അവിടെ നടന്നല്ലോ. അപ്പൊ അത് ജനങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട്, പൊതുസമൂഹം അത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരം പരിപാടികൾ അവിടെ കൃത്യമായിട്ട് നടക്കുന്നത്. ഡിവൈഎഫ്ഐയുടെയോ SFIയുടെയോ KSUവിന്റെയോ ആളുകൾ വന്ന് പ്രതികരിച്ചാൽ ഒരു പരിപാടി നടത്താൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെയോ SFIയുടെയോ ഒക്കെ സമ്മേളനം നടക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്കൂളിന് അവധി കൊടുക്കണം എന്ന തരത്തിലേക്ക് ഇടതുപക്ഷം മാറിയിരിക്കുകയാണ്. ആ ചിന്താഗതിയാണ് മാറ്റി വെക്കേണ്ടത്. പൊതുസമൂഹത്തിലെ എല്ലാ വിഷയങ്ങളെ അംഗീകരിക്കാനും വിശാലമായി പഠിക്കാനും ആ രീതിയിൽ പ്രവർത്തിക്കാനും വേണ്ടിയിട്ട് ഇത്തരം ആൾക്കാരും തയ്യാറാവണം. ഒരു കാര്യം കൂടെ, ഈ ഒരു വിഷയത്തിൽ തന്നെ ഗവർണർ പങ്കെടുത്ത ഒരു വേദിയിൽ തന്നെ ഇത്തരത്തിലൊരു ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതിൽ ആ ഒരു ചടങ്ങ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം തുടക്കം മുതലേ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയെ അല്ലെങ്കിൽ ഈ ഒരു വിവാദത്തെ ഇപ്പോൾ ഗവർണർ സർക്കാർ ഈ ഭാരതാംബ ചിത്രം വിവാദവുമായി ബന്ധപ്പെട്ട് തുറന്ന പോരിലേക്ക് തന്നെ കടന്നൊരു സാഹചര്യത്തിൽ ഈ കേരള സർവകലാശാലയിലുണ്ടായ ഈ ഒരു സംഭവം പുതിയൊരു വഴിത്തിരിവിലേക്ക് അല്ലെങ്കിൽ ഒരു അട്ടിമറി ശ്രമം അല്ലെങ്കിൽ ഒരു കൃത്യമായ അജണ്ട ഇതിന് പിന്നിൽ ആർക്കാണ് ഉണ്ടായിരുന്നത്? ഇതില് കൃത്യമായ അജണ്ട ഉള്ളത് ഇടതുപക്ഷത്തിനാണ്. കാരണം ഗവർണർ കൃത്യമായിട്ട് അവരുടെ രാജ്ഭവനിൽ അദ്ദേഹം ഫോളോ ചെയ്യുന്ന ഒരു കാര്യം, ഈ പരിപാടി നടത്തിയ സംഘാടകര് അത് ഫോളോ ചെയ്യുന്നു. അപ്പോ ആ സമയത്ത് അവിടെ വരികയും വലിയ സംഘർഷം ഒരു ഗവർണർ പങ്കെടുക്കുന്ന ഭരണഘടനാ പദവി ഉപയോഗിക്കുന്ന ഒരാള് പങ്കെടുക്കുന്ന പരിപാടി, ആ പരിപാടിയുടെ അടുത്ത് വന്നിട്ട് ആ പരിപാടി തടയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. എങ്ങനെയാണ് ഇത് സാധിക്കുക? കൃത്യമായ പ്രോട്ടോകോൾ പാലിക്കേണ്ട സ്ഥലമല്ലേ? അവിടെ വന്നിട്ട് SFIക്കാർക്കും അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാർക്കും എന്തും ചെയ്യാം എന്നുള്ള തരത്തിലേക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മാറി. അപ്പൊ കൃത്യമായ അജണ്ട അല്ലെങ്കിൽ കൃത്യമായ ഗൂഢാലോചന നടത്തുന്ന ഇടതുപക്ഷമാണ്. എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള കൃത്യമായ അജണ്ട നടത്തുന്നത് ഇവരാണ്. ഇവരല്ലേ ഇത് ഇത്ര വിവാദമാക്കി എടുത്തത്? വിദ്യാഭ്യാസ മന്ത്രി എന്താണ് കാണിച്ചത്? വിദ്യാഭ്യാസ മന്ത്രി പ്രോട്ടോകോൾ പാലിക്കാതെ ഇറങ്ങി വരികയാണ്. ദേശീയഗാനം ചൊല്ലുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. ഇത്തരത്തിൽ ഇത് കൃത്യമായി പ്രോട്ടോകോൾ പാലിക്കാതിരിക്കുക, ഗവർണർക്കെതിരെ തുറന്ന പോരിന് വേണ്ടിയിട്ട് തയ്യാറാവുക, ഇത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും മുൻകൈ എടുക്കുന്നത് ഇടതുപക്ഷമാണ്. ഇപ്പൊ VC-മാര് കേരളത്തിൽ 13 സർവകലാശാല 12 VC ഇല്ല. ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? VC-ക്ക് നോമിനേറ്റ് VC സെലക്ട് ചെയ്യാനുള്ള പാനലിന് ആളെ കൊടുക്കാത്തത് ആരാണ് അത്തരം സിൻഡിക്കേറ്റിൽ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഇപ്പൊ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നടക്കുന്നില്ല, കഴിഞ്ഞ 4 മാസമായിട്ട് നടക്കുന്നില്ല. ആരാണ് ഇന്ന് തടയിടുന്നത്? ഇത് ഇടതുപക്ഷമാണ്. ഇത് കൃത്യമായ അജണ്ടയോടുകൂടി കേരളത്തെ വിദ്യാഭ്യാസ മേഖലകളെ അല്ലെങ്കിൽ സർവകലാശാലകളെ തകർക്കാനുള്ള ശ്രമം ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ സർവകലാശാല കൊണ്ടുവരുന്ന സമയത്ത് കേരളത്തിലെ സർവകലാശാല നശിക്കട്ടെ എന്നൊരു പ്രവണതയും കൂടി ഇതിനകത്ത് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.